സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാൻ കാട്ടാൻ പോകുന്നത് എൻ്റെ അനിയത്തിയുടെ ഒരു കളക്ഷനാണ്. ആർട്ട് കളക്ഷൻ എന്ന് വേണമെങ്കിലും പറയാം. അവൾ ഇപ്പോൾ 1ാം ക്ലാസ്സിലാണ്. അവൾ കാണാണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവളുടെ ഒരു ആർട്ട് സെറ്റിൻ്റെ ഇവളുടെ ഒരു ജസ്റ്റ് ഒരു ആർട്ട് സെറ്റിൻ്റെ ഒരു ഇത് സെറ്റിൻ്റെ ആ ഒരു കളക്ഷൻ ഒന്ന് കാട്ടിത്തരുമെന്ന്. ഇതെൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയത്തിയുടെ സെറ്റാണ്. അവളുടെ ലോക്കറ്റായിട്ടൊക്കെ ആൾ ഇട്ടേക്കുന്നത് ഇതാണ്. കണ്ടില്ലേ, കുരിശിൻ്റെ ഒക്കെയാണ് ഇട്ടേക്കുന്നത്. സോ ഇനി അല്ലാണ്ട് ഇങ്ങനെ ഇതാക്കുന്നില്ല, നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഞാനപ്പോൾ ഇതാട്ടെ ഈ ഒരു സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചേക്കണത് ഞാൻ ഒട്ടിച്ചു കൊടുത്താണ്. എൻ്റെ സ്റ്റിക്കേഴ്സ് ഞാൻ അവൾക്ക് ഒട്ടിച്ചു കൊടുത്താണ്. കണ്ടില്ലേ, ഇതൊക്കെ എൻ്റെ സ്റ്റിക്കേഴ്സാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ ഒട്ടിച്ചു കൊടുത്തേക്കുന്നതാണ് അവൾക്ക്. കണ്ടില്ലേ, ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ്. സോ നമുക്ക് വൈകാണ്ട് കിടക്കാം. സോ ഇത് രഹന കണ്ടില്ല, എൻ്റെ അമ്മയുടെ പേര് ചെയ്തേക്കുന്നത്. ഇത് ബേബി ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞാൽ വാമൻ ക്രൂസിയുടെ ഒരു സെറ്റായിരുന്നു. ഇത് ഞാൻ ചെറുപ്പത്തിലായിരുന്നു. അപ്പോൾ എൻ്റെ ബ്ലാങ്കറ്റൊക്കെ എനിക്ക് ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചാണ് എനിക്ക് വേണ്ടിയിട്ട്. ലെറ്റ്സ് ഓപ്പൺ ഇറ്റ്. വെള്ളക്കാട്ട് ക്യൂരിയസ് ഞാനാണ് വിചാരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യേ ഇതാണ് സെറ്റ്. ഇതൊന്നുമല്ല ഗൈസ്, ഞാൻ കരുതാം. ഫസ്റ്റത്തെ ഐറ്റം വന്നിട്ട് ഇതാട്ടെ ഈ കാണുന്ന ഇവളുടെ ഒരു കളക്ഷൻ. ഫസ്റ്റ് വന്നിട്ട് ഇതിൽ കുറച്ച് ബാഡ്ജ് ഉണ്ട്, കട്ടറുണ്ട്, സെല്ലോ ടിപ്പ് ഉണ്ട്, പിന്നെ സ്റ്റാപ്ലർ പെന്നുണ്ട്, പശയുണ്ട്, സെറ്റ് വരെയുള്ള മീൻസ് ഇങ്ങനത്തെ ടൈപ്പ് ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലേ. മീൻസ് പെന്ന്, പെൻസിൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഇതിൽ. ഇത് പെന്ന്, പെൻസിൽ, ഗ്ലൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഇതിൽ. കണ്ടില്ലേ, അതൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഈ സംഭവത്തിലാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇത് അവളുടെ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ബുക്കാണ്. കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബുക്ക്. ഈ ഒരു ബുക്കിൽ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് വല്ല പ്രൊജക്റ്റൊക്കെ വരുമ്പോൾ ആവശ്യം വരുമ്പോൾ കട്ട് ചെയ്ത് അതിൽ പേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബുക്ക്. പിന്നെ ഇത് അവളുടെ ക്ലാസ് ടീച്ചർക്ക് കൊടുക്കാൻ വേണ്ടി അവൾ വരച്ചതാണ്. അവളുടെ ക്ലാസ് ടീച്ചർ ഉണ്ട്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ അന്ന് അവൾക്ക് അവളുടെ ക്ലാസ് ടീച്ചർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് അവൾ തലേന്ന് രാത്രി ഇരുന്ന് എഴുതി ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് ഇത്. കണ്ടില്ലേ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിന്നെ ഇത് തോട്ട് ചെയ്തിട്ടുണ്ട്, മഞ്ഞ കളറായിട്ട് കാണാൻ പറ്റിയതാണ്. എ ഡേ വിത്ത് ഫുൾ ഓഫ് ഫ്രീഡം, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിന്നെ ഫാത്തിമ മിസ് ഇവളുടെ ഒരു മുസ്ലിംസാണ്, അതുകൊണ്ടാണ് ഫാത്തിമ എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് അവൾ വരച്ചിരിക്കുന്നത്. ഇത് അവളുടെ വരച്ചിരിക്കുന്നത്, ഇത് അവൾ വരച്ച്. എനിക്ക് വരച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫ്ലാഗാണ്. ഫ്ലാഗ് പിന്നെയും ഇച്ചിരി കൂടി ഭംഗിയുണ്ട്. ഇതൊക്കെ ചെളിയാണ്, പക്ഷെ എന്നാലും അവളുടെ ടാലൻറ്റ് എത്തിച്ചു. കാട്ടി. ഇതും ഒരു സ്റ്റിക്കറാണ്. ഇത് പേപ്പറിൽ ഒട്ടിച്ചുകൊണ്ട് ചിലപ്പോൾ പറഞ്ഞു പോയാൽ നല്ല ചാൻസ് കൂടുതലാണ്. ഇന്ത്യ എന്നായിട്ടൊരു സ്റ്റിക്കർ. പിന്നെ ഇതാണ് അവളുടെ ബാക്കി ആക്സസറീസ് വന്നിട്ടുള്ളതും. ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇതാണ് അവളുടെ പാലറ്റ്, പെയിൻറ്റിങ് പാലറ്റ് നമ്മൾ പറയത്തില്ലേ, അത് സംഭവം. ഇത് അവളുടെ പെയിൻറ്റിങ് പാലറ്റാണ്. അവൾ കുറേ വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വാഷബിൾ ആൻഡ് റീയൂസബിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് കഴുകി കളയാനായിട്ടൊരു സംഭവമുണ്ട്. എന്നാലും തട്ടി കണ്ടില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയൊരു ഇതുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ഫസ്റ്റത്തെ പെയിൻറ്റിങ് പാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇത് ഞാൻ അവൾക്ക് കൊടുത്തൊരു മറ്റേ എന്താ പറയുക, നമ്മുടെ സ്റ്റിക്കി എന്തൊരു ആ ഒരു സംഭവമില്ലേ, മറ്റേ സ്റ്റിക്കി പേപ്പറോ അങ്ങനെ എന്താ കണ്ടൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു സംഭവമാണിത്. 3 കളേഴ്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ അവൾക്ക് ഇത് ശരിക്കും ഒരു ആവശ്യമില്ല, അതുകൊണ്ട് എന്നാലും ഞാൻ കൊടുത്തു. അവൾ ചോദിച്ചില്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 3 വെറൈറ്റി കളേഴ്സിലായിട്ട് ഞങ്ങൾക്ക് കൊടുത്തു. പാവൻ ചോദിച്ചില്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾക്ക് ആസ് യൂഷ്വൽ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു നമ്മുടെ എന്താ പറയുക, ഒരു സ്കെച്ച് പെന്നിൻ്റെ ഒരു സെറ്റാണിത് വന്നിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊരു ഫാബ്രിക് കാസ്റ്റാണ്. ഇത് ഞങ്ങൾക്ക് 3 പേർക്കുണ്ട്, ഇവൾക്ക് മാത്രമല്ല. ഇത് ഞങ്ങൾ 3 പേർക്കുണ്ട്. ഇത് വാട്ടർ കളറാണ്, മറ്റേ പീസ്റ്റ് പോലത്തെ വാട്ടർ കളറാണ്. ഞാൻ കാട്ടിത്തരാവേ. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു പേസ്റ്റ് പോലത്തെ ഒരു വാട്ടർ കളറാണിത്.
ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി കണ്ടില്ലേ. അങ്ങനത്തെ ബ്രഷ് ഇതിൻ്റെ കൂടിയല്ല, ഇത് അവൾ വല്ലാണ്ട് പെയിൻറ്റ് ചെയ്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് ആകെ 5 ബ്രഷുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്രഷ്. ഇതിൻ്റെ ബ്രഷല്ല ഇത്, ശരിക്കും ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ചാണ്. 5 ബ്രഷ് ഇവൾക്ക്, 10 ബ്രഷ് എനിക്ക്, മറ്റവൾക്ക് 6 ബ്രഷ്. അങ്ങനെ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യുന്നവരുടെ അനുസരിച്ചിരിക്കും. അങ്ങനത്തെ ഒരു സെറ്റാണ് ഇത്. ഫാബ്രിക് കാസ്റ്റിൻ്റെ 12 വാട്ടർ കളേഴ്സിൻ്റെ ഒരു നല്ലൊരു സംഭവമാണ്. സാധാരണ വാട്ടർ കളറിനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടിയും നല്ലതാണ്. നല്ലത് 4 years വാറണ്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഇപ്പം തന്നെ ഇത് 1 year ആയിട്ടുള്ളൂ, എന്നിട്ടും ഇത്രയും തന്നെ ആയിട്ടുണ്ട്. കമ്പനിക്കാർ കൊടുക്കുന്നത് 4 year വാറണ്ടിയാണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഇതിന് 1 month വാറണ്ടി ആട്ടോ. അങ്ങനെയാണ് എനിക്കിപ്പം തോന്നുന്നത്. പിന്നെ ഇത് ഞാൻ അവർക്ക് കൊടുത്തൊരു കായ് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇതാണ്. കണ്ടില്ലേ, ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു കവായ് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു പാക്കറ്റാണ്. കണ്ടില്ലേ, ഇതിൽ കുറച്ച് കുഞ്ഞു കവായ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഞാൻ വേറെ കുറേ ഒന്നും കൊടുത്തിട്ടില്ല, ഈ ഒരു പാക്ക് മാത്രം കൊടുത്തിട്ടുള്ളൂ. അതിൽ കുറച്ച് പാക്കുകളുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തു. പിന്നെ ഞാൻ അവൾക്കൊരു കോഫി പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു കൊളാജ് മേക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ട ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു കോഫി പേപ്പർ. കോഫി പേപ്പർ വെച്ച് നമുക്ക് മറ്റേ വല്ല തോട്ട്സൊക്കെ എഴുതുമ്പോഴുണ്ടല്ലോ, നല്ല രസമല്ല കാണാനായിട്ട്. അങ്ങനെ ഞാനൊന്ന് ഒരെണ്ണം ഉണ്ടാക്കി നോക്കി. ഇപ്പം നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പോൾ അവൾക്കും കൂടി ഉണ്ടാക്കി കൊടുത്തു. കോഫി വേണം, അതാണ് മെയിൻ ഐറ്റം. അങ്ങനെ ഇത് കഴിഞ്ഞു. പിന്നെ ഇതൊരു കളർ പെൻസിൽസാണ്, 12 വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഫ്രീ മാഗ്നറ്റ് ഉണ്ട്, മറ്റേ നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഇല്ലേ, ഫ്രിഡ്ജ് വെക്കാം. പിന്നെ ഒരു കട്ടറും ഉണ്ട്. അങ്ങനത്തെ ഒരു സംഭവം തട്ടെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന തന്നെയാണ്. ഞാനിപ്പോൾ കുറേ പേര് ചോദിച്ചുകൊണ്ട് മൊത്തം കാണിച്ചു തരുന്നതാണ്. പിന്നെ എല്ലാവരുടെ കയ്യിലുള്ള സാധാരണ വാക്സ് ക്രയോൺസ്. പിന്നെ ഇത് 10 രൂപയുടെ 10 എത്ര കണ്ടെങ്കിൽ 5 രൂപയുടെ വാക്സ് ക്രയോൺസ് 6 എണ്ണം ഉണ്ടാവും. 6 രൂപയുടെയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ റേറ്റ് എത്ര. 6 രൂപ. 6 രൂപയുടെ ഇത് കണ്ടില്ലേ, 6 രൂപയുടെ ഒരു 6 വാക്സ് ക്രയോൺസിൻ്റെ ഒരു മിനി സെറ്റാണ് അത്രയുടെ. ഇതായാലും ഇരിക്കട്ടെ. പിന്നെ നോർമൽ വാട്ടർ കളർ, ഇതിനകത്ത് ഓൾറെഡി ബ്രഷ് ഉണ്ട്. തട്ടി കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ബ്രഷ് ഉണ്ട്. തട്ടേ ഇത് നമ്മുടെ നോർമൽ വാട്ടർ കളറ്. ഇത് അവൾ ആകെ കോളാക്കി വെച്ചേക്കാണ്. കേക്ക്സിൻ്റെ വാട്ടർ കളറാണ് മാത്രമുള്ളത്. പിന്നെ ഞങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ അവൾ അവൾ ഞങ്ങളെ വല്ലപ്പോഴൊക്കെ അടിക്കാൻ വരുമ്പോൾ അവൾ ഈ സ്കെയിലാണ് ഉപയോഗിക്കരുത്. ഭയങ്കര വലിയ സ്കെയിലാട്ടോ, അത്യാവശ്യം ഭയങ്കര നീളമുള്ള ഒരു സ്കെയിലാണ്. നല്ല വലിയ നീളമില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യത്തിന് വേണ്ട നീളമൊക്കെ ഉണ്ട്. ഇതൊരെണ്ണമുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഓയിൽ പേസ്റ്റർ ഉണ്ട്, മിനി ഓയിൽ പേസ്റ്റർ. ഇതാട്ടെ ഓയിൽ പേസ്റ്റൽസ് ജൂനിയറിൻ്റെ ഉണ്ട്. ഇതിൽ ഫ്രീ ഒരു സ്ക്രാച്ചിങ് ടൂൾ ഉണ്ട്, അതെല്ലാവരുടെ കയ്യിലുണ്ടാകുന്ന പോലെ തന്നെ അതിലും ഒരു ഫ്രീ സ്ക്രാച്ചിങ് ടൂളുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ വന്നിട്ടുള്ളത് വാട്ടർ കളറിൻ്റെ അഭിഷേകമാണ് ഗെയ്സ്. ഇവൾക്ക് മാത്രം ഇന്നുള്ള പോലെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ വാട്ടർ കളർ ഇത് കണ്ടില്ലേ. ഇതൊക്കെ ചിലതിന് ബ്രഷൊന്നുമില്ല കേട്ടോ. ബ്രഷൊക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു 3-4 വർഷമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചെറുപ്പത്തിൽ 10 രൂപയുടെ സംഭവം, 10 രൂപയുള്ളൂ. ഇതിനൊക്കെ ഭയങ്കര ഓർത്താണ് ഇത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഞാനല്ല, ഫാബ്രിക് കാസ്റ്റലിൻ്റെ ഒരു വലിയൊരു പെൻസിൽ കളർ തന്നെ, ഇതേ സെയിം തന്നെ നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ഒരു നമ്മുടെ ഫാബ്രിക് കാസ്റ്റലിലൊരു വലിയൊരു ജെയിൻ സെറ്റ് എന്ന് പറയാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റത്തെ ഐറ്റമാണ് സ്റ്റിക്കർ. ആർക്കല്ലേ സ്റ്റിക്കർ ഇഷ്ടമല്ലാത്ത അത്. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട്, അത് അവളുടെ ബാഗിലാണ്, ഞാൻ എടുത്തിട്ടില്ല. ആട്ടെ, ഇതിൽ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. കളറിങ് ബുക്കിൽ സ്റ്റിക്കേഴ്സ് ആട്ടോ അവൾ കീറി വെച്ചിരിക്കുന്നതാണ്. മീൻസ് ഇതിൽ നമ്മൾ ആ ബുക്കിൽ കുറച്ച് ഇങ്ങനത്തെ പടങ്ങളുണ്ടാവും. അത് നമ്മൾ കളർ ചെയ്യുമ്പോൾ ഈ പടം അവിടെ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിരിക്കണം. പിന്നെ ഇങ്ങനത്തെ കുറച്ച് നമ്പേഴ്സിൻ്റെ ഉണ്ട്, പിന്നെ ആൽഫബറ്റ്സിൻ്റെ ഉണ്ട്, പിന്നെ ഇച്ചിരി ഇങ്ങനത്തെ കുറച്ച് ഇമോജീസിൻ്റെ ഉണ്ട്. ഇത്രയാണ് ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കവായ് സ്റ്റിക്കേഴ്സും. എനിക്കറിയത്തില്ല ഇവൾക്ക് എന്തുകൊണ്ടാണ് ഈ കവായ് സ്റ്റിക്കേഴ്സിനോട് ഇത്ര അറ്റാച്ച്മെൻറ്റ് വന്നിരുന്നത്. അതിൻ്റെ ഒരു അർത്ഥം എനിക്ക് ഇതിലായിട്ട് മനസ്സിലായിട്ടില്ല. നമ്മുടെ കയ്യിൽ കുറച്ചുള്ളൂ കേട്ടോ, അങ്ങനെ വലിയ കളക്ഷൻ ആയിട്ടില്ല. ഞങ്ങളിത് 500 എണ്ണത്തിൻ്റെയാണ് വാങ്ങിച്ചത്. 500 എണ്ണത്തിൻ്റെയാണ് ഞാൻ
വാങ്ങിച്ചിരിക്കുന്നത്. പാതിമുക്കാലൊക്കെ ഇവള് ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് അങ്ങനെ ആയി. അതാണ് അവളുടെ ഒരു ഹോബി, ഫ്രണ്ട്സിന് കൊടുത്ത് ഇങ്ങനെ വേസ്റ്റ് ആക്കിക്കളയും. ഇതാണ് അവളുടെ ഒരു കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ കൊടുത്തതാണ് 500 എണ്ണത്തിനാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പക്ഷേ അവൾക്ക് ഇത്രയും കൊടുത്തിട്ടുള്ള കാര്യം ഞങ്ങൾക്കറിയാം. നോ യൂസ് ഓഫ് ദിസ്, അവൾക്ക് ഇതിനെക്കുറിച്ച് ഒരു യൂസും ഇല്ല. സോ ഞങ്ങൾ ഇത്രയും അവൾ കൊടുത്തിട്ടുള്ള. സോ ഈ കാണുന്ന ഈ ആർട്ട് കിറ്റിൽ ഇത്രയും സംഭവങ്ങളാണുള്ളത്. 31 മുതൽ ഇവള് ആവശ്യക്കാവും. നമ്മളിത് പ്രോപ്പർലി എടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് ഇനിയായിരിക്കും കിട്ടാൻ പോണത്. അത്യാവശ്യം നല്ല ചിട്ടിയിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്കിതെല്ലാം റീഓർഗനൈസ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റിക്കറിൻ്റെ ആ ഒരു സംഭവം, ഇത് ഫാബ്രിക് കാസ്റ്റൽ, ഇത് പിന്നെ എന്തോന്ന് ഞാനിത് വെക്കാം. ഇതാണ് നല്ലതെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ വെക്കാം. ടപ്പിലേക്ക് ഒരു ദിവസം ഉണ്ടാകും. അയ്യോ ഈ കാര്യം മറന്നുപോയി. ഞാനിത് വെള്ളപ്പഴമൊക്കെ ആട്ടോ ഇങ്ങനെ ഇവളുടെയാണിത്. എൻ്റെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 10-15 പ്രാവശ്യം കാട്ടി തന്നിട്ടുണ്ടാവും. അങ്ങനെ അറിയാതിരിക്കും എല്ലാവർക്കും. എൻ്റെ സെറ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. എൻ്റെ സെറ്റ് ഞാൻ എല്ലാവർക്കും കാട്ടി തന്നിട്ടുണ്ട്.